സോ ഗൈസ്, അങ്ങനെ ആദ്യ മത്സരത്തിൻ്റെ പരാജയത്തിൽ ആരാധകരെല്ലാം തന്നെ വലിയ നിരാശയിലാണ്. ആദ്യ മത്സരം തന്നെ കരുത്തരായ മോഹൻ ബഗാനെതിരെ ഹ്യൂമിലേറ്റ് ആവരുതെന്ന് മാത്രമേ പേഴ്സണലി ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. കാരണം സ്ക്വാഡ് വൈസ് ആയാലും മെൻറ്റാലിറ്റി വൈസ് ആയാലും എല്ലാം കൊണ്ട് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഉള്ളത്. സോ ഈ ഒരു മത്സരം എങ്ങനെയും തീർത്ത് കിട്ടിയാൽ മതി എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെതിരെ തോൽക്കുമ്പോൾ ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ട് എടുക്കാൻ സാധിക്കുന്നത് ഫ്രഞ്ച് താരം കെവിൻ യോക്കിൻ്റെ പ്രകടനം തന്നെയാണ്. പുള്ളിക്കാരൻ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയ ശേഷം വിങ്ങിൽ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റം ചെറുതല്ല. തുടർച്ചയായ സ്പീഡി അറ്റാക്കുകളും ക്രോസുകളും മോഹൻ ബഗാൻ ഡിഫൻസിനെ അത്ര നേരം കാണാത്തൊരു ഷെയ്ക്കിനെസ് നമുക്ക് അപ്പോൾ കാണാൻ സാധിച്ചു. ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് മോഹൻ ബഗാൻ ഹെഡ് കോച്ച് സെർജിയോ ലൊബേറ പോലും രംഗത്ത് വന്നിട്ടുണ്ട് മത്സരശേഷം. അദ്ദേഹം താരത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മടി കാണിച്ചില്ല. ലൊബേറ കെവിൻ യോക്കിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: മത്സരത്തിൻ്റെ ഭൂരിഭാഗം നിമിഷങ്ങൾ നമ്മൾ കളിയെ നിയന്ത്രിക്കുക തന്നെയായിരുന്നു, എന്നാൽ അവൻ ഇറങ്ങിയ ശേഷം എനിക്ക് എൻ്റെ പദ്ധതികളും സ്ട്രാറ്റജിയും ചേഞ്ച് ചെയ്യേണ്ടി വന്നു എന്നാണ്. അവൻ്റെ സ്പീഡ് എൻ്റെ പ്രതിരോധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അതുകൊണ്ട് തന്നെ പ്രതിരോധത്തിൽ കൂടുതൽ താരങ്ങളെ എനിക്ക് ഇടേണ്ടി വന്നിരുന്നു. എൻ്റെ ഫിലോസഫിക്കെതിരായ ചില മാറ്റങ്ങൾ തന്നെ ആയിരുന്നു അതെന്ന് ലൊബേറ പറയുമ്പോൾ, കെവിൻ യോക്കിൽ നമ്മൾ ആരാധകർ വരുന്ന മത്സരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു. അടുത്ത അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ബൈ.